ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു, അത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് നമുക്ക് മാറ്റി പറയേണ്ടി വന്നു. 2018 മഹാപ്രളയം ഉൾപ്പെടെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യവാചകം മാത്രമാണോ? നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാർ എന്നൊക്കെ സംശയം ഉണ്ടായി പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഈ പരിസ്ഥിതിയുമായി മനുഷ്യൻ്റെ ഇടപെടലിലുണ്ടായ ബാലൻസ് ഇല്ലായ്മ കൊണ്ടാണോ? അതാണ് ഉയരുന്ന സംശയം. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇത് നമ്മൾ അക്കാദമിക്കായിട്ട് നമ്മൾ ഈ വിഷയത്തെ പരിഗണിക്കുകയാണ്. മറ്റു രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ലോകത്ത് എമ്പാടും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമ്മളുടെ കേരളത്തിൽ കുറച്ച് നാൾ മുമ്പ് വരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ വലിയ രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം കേരളത്തിന് സുഗമമായ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പശ്ചിമഘട്ടം നമുക്ക് ധാരാളം മഴ കൊണ്ടുവരും. അതേപോലെ തന്നെ നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഇഷ്ടപ്രകാരം പുഴകളുടെ സാന്നിധ്യം. പക്ഷേ ഒരു 10 വർഷത്തിന് ഇപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലും അത് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വില്ലൻ മറ്റെന്ത് കാരണത്തെക്കാൾ ഉപരിയായിട്ട് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ഈ വലിയ തരത്തിലുള്ള മാറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. പ്രകൃതിയിലേക്ക് നമ്മൾ എന്താ പറയാ, ഒരു കയ്യും കണക്കുമില്ലാതെ കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, നമ്മളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയും കൂടുതലാണ്. മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടി കേരളത്തിലുണ്ട്. അപ്പൊ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഭൂവിനിയോഗം, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നമുക്ക് കയറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു 1979, 2016 കാലഘട്ടങ്ങളിൽ 30 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് 10,000 സ്ക്വയർ കിലോമീറ്റർ വനഭൂമി നഷ്ടപ്പെട്ടു. അത് നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്കായി, ക്രോപ്പ് പ്ലാന്റേഷൻ അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചറൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി, അല്ലെങ്കിൽ തന്നെ താമസത്തിന് വേണ്ടി, അർബനൈസേഷൻ, റോഡുകൾക്ക് വേണ്ടി ഒക്കെ വിനിയോഗിക്കേണ്ടി വന്നു. ഇത് നമ്മളുടെ ഒരു നെസസിറ്റിയാണ്. വികസനം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളുടെ നാട്ടില് ഒരുപാട് ജനസംഖ്യയുണ്ട്. അതൊരു വലിയ ഫാക്ടറാണ്. നമ്മളുടെ ഭൂവിനിയോഗത്തിന് നമുക്ക് അങ്ങനത്തെ ഒരു കൃത്യത ഇങ്ങനെ പറ്റുള്ളൂ എന്ന് ശാഠ്യം പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കണം ഈ പറയുന്ന എല്ലാ പ്രദേശത്തും. അത് മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല, തീരപ്രദേശങ്ങളിലായാലും നമ്മുടെ സമുദ്ര പ്രദേശങ്ങളിലായാലും ടൗണുകളിലായാലും എല്ലാം നമ്മൾ ഭൂമി അത് അനുവദിക്കുന്ന അല്ലെങ്കിൽ അതിന് താങ്ങാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള വിനിയോഗം അല്ലെങ്കിൽ അതിന്റെ രീതിയിലുള്ള നമ്മൾ ഉപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ ആന്ത്രോപോജനിക് എഫക്ട് ഒട്ടുമില്ല എന്നൊന്നും പറയുന്നില്ല. ആന്ത്രോപോജനിക് എഫക്ട് ഉണ്ട്. അതിന്റെ കൂടെ നമ്മുടെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ മാറ്റം, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മളുടെ ഇത്തരം ആവർത്തിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം. എന്നും പറഞ്ഞ് നമ്മൾക്ക് കാലാവസ്ഥ മാറുകയാണ്, അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ വരും, അത് നമുക്ക് കാണാമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇത്തരം ദുരന്തങ്ങൾ വരുമെന്നുള്ള മുൻ കാഴ്ചപ്പാടോടുകൂടി തന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടത്, എന്തെല്ലാം രീതിയിൽ നമുക്കതിനെ ഒത്തൊരുമിച്ച് നേരിടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, വിവിധങ്ങളായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ, നമ്മളുടെ ടാസ്ക് ഫോഴ്സസ്, നമ്മളുടെ ഫയർഫോഴ്സ്, പോലീസ് സംവിധാനം, സുശക്തമായ പ്രാദേശിക ഭരണകൂട സംവിധാനം, പിന്നെ നമ്മളുടെ സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ സംവിധാനം, നമ്മളുടെ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തകൃതിയായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ശക്തി, നമ്മളുടെ സ്ട്രെങ്ത്സ് ആണ്. നമ്മളുടെ എന്താ പറയുക, കേരളത്തിന് ഇത്തരം ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും അല്ലെങ്കിൽ നേരിടാൻ പറ്റും, ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവുകളാണ്. പക്ഷേ ഇതേ സംവിധാനത്തിന്റെ ശക്തി നമ്മൾ കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഇത്തരം ഒരു ദുരന്തം ഒഴിവാക്കാൻ നമുക്ക് എങ്ങനെ ഇതിന്റെ ഒരു ഏകോപനം ആക്കാം എന്നുള്ളതിലാണ്. നമുക്ക് അറിയാം, ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ലോങ് ടേം പദ്ധതികളും ഷോർട്ട് ടേം പദ്ധതികളും ആവിഷ്കരിച്ച് എന്തെല്ലാമാണോ നമുക്ക് ഗ്യാപ്സ് അത് കണ്ടുപിടിച്ച് അതിനെ നികത്തി എത്രയും പെട്ടെന്ന് സുശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയെടുത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഇത്തരം ഒരു അപകടത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.